പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ഈ പ്രഭാതയാമത്തിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വേദ ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. യോന 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 11-ാമത്തെ വാക്യവും അതിനെ ആധാരമാക്കി ദൈവകാരുണ്യത്തിന്റെ വിസ്തീർണത എന്ന ഒരു വിഷയം നിങ്ങളോടൊപ്പം പങ്കിടുവാനാണ് ഈ പ്രഭാതയാമത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എസ്രയുടെയും നെഹമ്യാവിന്റെയും സാമൂഹിക പരിഷ്കാരങ്ങളിൽ നിന്ന് സംജാതമായ ഒരു ദോഷഫലം ജാതി സ്പർദ്ധ വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ്. യഹൂദന്മാർക്ക് ശമര്യരോട് മാത്രമല്ല ഇതര ജാതികളോടും വിദ്വേഷവും വൈരവും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ജാതികളുമായി മിശ്രവിവാഹം ചെയ്തു വന്ന പതിവ് നിന്നുപോയി എന്ന് മാത്രമല്ല, കേവലം അപഹാസ്യ പാത്രങ്ങളായി മാത്രം വൈരാഗികളായ യഹൂദന്മാർ അവരെ ഗണിച്ചു വന്നു. ഇങ്ങനെയുള്ള മനസ്ഥിതിക്ക് പരിവർത്തനം വരുത്തുന്നതിനായിട്ടത്രേ രൂത്തിന്റെയും യോനയുടെയും കഥകൾ രചിക്കപ്പെട്ടതെന്ന് വിചാരിക്കാം. രക്തസംബന്ധത്തെക്കാൾ സ്വഭാവ ഗുണമാണ് മെച്ചമെന്ന് രൂത്തിന്റെയും നവോമിയുടെയും ചരിത്രം സാക്ഷിക്കുന്നു. ജാതികളെ അവരുടെ ജന്മ പാരമ്പര്യം മാത്രം നോക്കി അപലപിക്കുന്നതിന്റെ അനൗചിത്യം എത്ര ഭംഗിയായി ഗ്രന്ഥകാരൻ തെളിയിച്ച് കാണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യോനയുടെ ചരിത്രത്തിൽ ജാതികളോടുള്ള ചുമതല കൂടുതൽ വിസ്തരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇസ്രായേലിന് വെളിപ്പെട്ട് കിട്ടിയ സത്യങ്ങൾ ജാതികൾക്കും കൂടെ വിഭാഗിച്ചു കൊടുത്ത് അവരെയും സത്യദൈവമായ യഹോവയെങ്കിലേക്ക് വഴി നടത്തുന്നതിനായിട്ടത്രേ യോനയെ പോലെ ഇസ്രായേൽ ജാതിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം പ്രവാചകന്റെ അനുഭവത്തിലൂടെ ഗ്രന്ഥകർത്താവ് വിശദമാക്കി. ദൈവം സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നുവെന്ന് യോനയ്ക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല, അഥവാ മനസ്സിലാക്കാൻ താല്പര്യമില്ലായിരുന്നു. നിനവേക്കാർ തന്റെ പ്രസംഗം കേട്ട് അനുതപിച്ചപ്പോൾ സന്തോഷത്തിനു പകരം ദുഃഖമാണ് യോന പ്രദർശിപ്പിച്ചത്. ഇത് അത്ഭുതം തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടാത്ത സുവിശേഷകന്മാർക്കും ഈ അനുഭവം ഉണ്ടായെന്ന് വരാം. യോനയുടെ തണൽ ദൈവം നശിപ്പിച്ചത് പ്രവാചകനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന മതിൽ തട്ടി ഉടയ്ക്കുന്നതിന് സമമായിരുന്നു. ജാതിസ്പർദ്ധയും സ്വാർത്ഥതയും യോനയുടെ കണ്ണിൽ തിമിരം പോലെ വ്യാപരിച്ചിരുന്നതിനാൽ ദൈവസ്നേഹത്തിന്റെ വിസ്തീർണത കാണാൻ പ്രവാചകന് കഴിഞ്ഞില്ല. ഒരു ശസ്ത്രക്രിയ കൊണ്ടെന്ന പോലെ സ്വാർത്ഥതയാകുന്ന തിമിരം മാറ്റിക്കിട്ടിയപ്പോഴാണ് യോന ദൈവത്തിന്റെ സാക്ഷാൽ പ്രവാചകനായി തീർന്നത് എന്ന് നമുക്ക് കാണാം. ദൈവത്തിന്റെ സാർവത്രികമായ സ്നേഹത്തെക്കുറിച്ച് ഇത്ര ശക്തമായി പ്രതിപാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥം പഴയ നിയമത്തിൽ ഇല്ല തന്നെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതര ജാതികളോടും ഇതര മനുഷ്യരോടും ദൈവം പ്രദർശിപ്പിക്കുന്ന സ്നേഹത്തിൽ ഞാൻ അസൂയയുള്ളവനാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഞാൻ എൻ്റെ സ്വാർത്ഥ ചിന്തകൾ മൂലം ദൈവസ്നേഹത്തിന് അതിര് കൽപ്പിക്കുന്നുവെങ്കിൽ അതെത്ര കഷ്ടമാണ്. എൻ്റെ സഭയിലും ദേശത്തും ചാർച്ചക്കാരിലും പെടാത്ത ആളുകളോട് ഞാൻ യോനയുടെ ആത്മാവിലോ ദൈവത്തിന്റെ ആത്മാവിലോ പെരുമാറുന്നത് എന്ന് സ്വയം നമുക്ക് ശോധന ചെയ്യാം. നമ്മുടെ സമസൃഷ്ടങ്ങളെ കർത്താവേ അവിടുത്തെ കണ്ണുകൊണ്ട് കാണുന്നതിന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ കണ്ടു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ നല്ല ആലോചനകൾക്കായും സ്തോത്രം ചെയ്യുന്നു. ദാവേ, ഈ പ്രഭാതം കാണുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചല്ലോ, ഞങ്ങളെ ആയുസ്സിനെ ദീർഘമാക്കി തന്നല്ലോ. അതോർത്ത് തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്ക് മുൻപാകെ ദൈവകാരുണ്യത്തിന്റെ വിസ്തീർണതയെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടല്ലോ. അതിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് എന്നും കൃപ തരണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു, അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ ലജ്ജിപ്പാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അതോർത്ത് തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ്.